പക്ഷേ നരേന്ദ്രമോദിയാണ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പോലെ ഒരു തൂപ്പുകാരി അല്ലെങ്കിൽ ഒരു ആദിവാസി സ്ത്രീയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കുന്നത്. എ.ബി. വാജ്പേയിയാണ് APJ അബ്ദുൽ കലാമിനെ പോലെ കാലിബർ ഉള്ള ഒരു മുസൽമാനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ തലപ്പത്ത് ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലൊക്കെ വലിയ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്ന സകലമാന മണ്ഡലങ്ങളിലും ഒരു OBC-കാരൻ ഇന്ത്യയിൽ ഇപ്പോൾ 10 കൊല്ലമായിട്ട് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. ആരാവട്ടെ, വ്യക്തി ആരാവട്ടെ, അദ്ദേഹത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയം എന്താകട്ടെ, പ്രാക്ടിക്കലി ഇപ്പോൾ ദളിത് ഐക്യത്തിന് വേണ്ടി വാദിക്കുന്ന, ദളിത് നേതൃത്വത്തിന് വേണ്ടി വാദിക്കുന്ന BSPയെ പോലുള്ള പാർട്ടികൾ നമ്മുടെ ദ്രൗപദി മുർമുവിനെ കാണുമ്പോൾ സത്യത്തിൽ BSPയെ പോലെ പാർട്ടികൾ ആകെ കൂടി വന്നിട്ട് നിങ്ങൾ ആകെ എത്തിച്ചത്, ഞാൻ എൻ്റെ ഒരു വിയോജിപ്പും വിമർശനവും പറയാണ്, ആകെ എത്തിച്ചത് UP-യിൽ വലിയ ബേസ് ഉണ്ടാക്കിയപ്പോൾ മായാവതി അവിടുത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായി എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്കൊരു നാഷണൽ പേഴ്സ്പെക്റ്റീവിലേക്ക് ദളിതനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് ഇത്ര വിയോജിപ്പുള്ള പാർട്ടികൾ പങ്കുവച്ചിട്ടില്ലേ സർ? ഇതിൽ ഞാനൊരു കാര്യം പറയാം. പിന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഈ ചംച ഏജിന് തുടക്കം കുറിച്ചത്, ചട്ടുകവൽക്കരണം. കോൺഗ്രസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റെല്ലാ പാർട്ടികളും ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക്. ജഗജീവൻ റാം എങ്ങനെ വന്നു, എന്തിനാ വന്നത്? കോൺഗ്രസ് കൊണ്ടുവന്നത് അല്ലേ? ഞങ്ങളതാ ഒരു പട്ടികജാതിക്കാരനെ ഞങ്ങൾ വലിയ ആളാക്കിയിരിക്കുന്നു, ജഗജീവൻ റാം ഇന്ത്യൻ്റെ ഉപപ്രധാനമന്ത്രിയായി അല്ലേ? കോൺഗ്രസ് ഡോക്ടർ അംബേദ്കർക്ക് എതിരായിട്ടാണ് ജഗജീവൻ റാമിനെ ഇറക്കുന്നത്. അതെ, അല്ല, കോൺഗ്രസ് എന്നും അംബേദ്കർക്കെതിരാണ്. അംബേദ്കർ പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ച് തോൽപ്പിച്ചു, ജയിച്ചു വന്ന മണ്ഡലം പാകിസ്ഥാന് വെച്ചു കൊടുത്തു, അങ്ങനെ അങ്ങനത്തെ റദ്ദ് ചെയ്തു, അതൊക്കെ മറ്റ് കഥകൾ, മറ്റ് ചരിത്രങ്ങൾ. ഞാൻ പറയുന്നത് ജനുവനായൊരു മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്ത് അത് വരുന്ന സമയത്ത് മാത്രമേ ചട്ടുവങ്ങൾക്ക് മാർക്കറ്റുള്ളൂ. ദ്രൗപദി മുർമുവിനെ പിന്നെ പ്രസിഡന്റ് ആക്കിയത് NDA ഗവൺമെന്റ് ആണെന്നും BJP ആണെന്നും ഒരാൾക്ക് ആലങ്കാരികമായി പറയാം. അതെ, പക്ഷേ ആലങ്കാരികമാണ്, റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഏത് സാഹചര്യത്തിൽ എന്ന് നോക്കണം. ഇപ്പുറത്ത് മായാവതി അടക്കം BSP അടക്കം ഇന്ത്യയിൽ ഒരു വലിയ അംബേദ്കറൈറ്റ് ബഹുജൻ പൊളിറ്റിക്സ് അങ്ങനെ തിളച്ച് മറിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ പെറുക്കി അവിടെ ഇരുത്തുന്നത്. അങ്ങനെ ഇരുത്തിയിട്ട് തീർച്ചയായിട്ടും ബ്രാഹ്മണിക് അജണ്ട നടപ്പിലാക്കാനുള്ള ഗോടാലിക്കൈകളായിട്ടാണ് അവരിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. സാർ, ആ പറഞ്ഞ പ്രയോഗത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളപ്പോഴും ആദ്യം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കും. ഇപ്പുറത്തുനിന്ന് കൊടുക്കുന്ന പ്രഷറാണ്. ദളിതനെ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടിത്തറ ഞങ്ങൾ തകർക്കും എന്ന് BSP ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് സമ്മതിച്ചു. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര കാലം ഒരു പട്ടികജാതിക്കാരൻ വന്നിട്ട് അറിയാലോ? അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. CPI-ക്കെങ്കിലും ഒരു അഖിലേന്ത്യാ സെക്രട്ടറി വെക്കണം തോന്നിയല്ലോ. തീർച്ചയായിട്ടും. അല്ല, ആ പ്രഷറുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ മുഖ്യധാരാ പാർട്ടികളുടെയും ഒരു കറക്റ്റീവ് മെഷറായിട്ട്, കറക്റ്റീവ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് തിരിച്ചു വരാം സാർ. അംബേദ്കറെ പുതിയ കാലത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അംബേദ്കറുടെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണല്ലോ BSP അല്ലേ? തീർച്ചയായും സമ്പൂർണ്ണമായി ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുകയാണ്. അംബേദ്കറിനെ പുതിയ കാലത്ത് മാർക്കറ്റ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അംബേദ്കറിനെ ആവർത്തിച്ച് ഉന്നയിക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. പക്ഷെ അംബേദ്കർ പുതിയ കാലത്തിന് എന്തുമാത്രം സ്വീകാര്യനാണ്? ഉദാഹരണത്തിന് അംബേദ്കറെ അങ്ങ് ഫോളോ ചെയ്യുന്നുവെങ്കിൽ അംബേദ്കർ ഇന്ത്യയിലെ ഒരു ദളിത് പാർട്ടിയോ അല്ലെങ്കിൽ ദളിതന്, സാറ് പറഞ്ഞ കൺസെപ്റ്റിൽ ശരിയാണ്, ILP ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, ILP ഉണ്ടാക്കുന്നത് ഈ ദളിതൻ മീൻസ് അംബേദ്കർ എന്ന ദളിതൻ നേതൃത്വം നൽകുന്ന ഒരു ബഹുജൻ സമാജ് പാർട്ടി ആയിട്ട് തന്നെയാണ്, ലേബർ പാർട്ടിയാണ്. കോൺഗ്രസിനെതിരായിരുന്നു, കോൺഗ്രസിനെ മത്സരിച്ച് തോൽപ്പിച്ചിട്ടുണ്ട് ILP. ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല. ഭരണഘടന വേണം തോന്നിയപ്പോൾ 4 കൈ നീട്ടി അംബേദ്കർ വേണം എന്ന് പറഞ്ഞ് സ്വീകരിക്കാനുണ്ടായത്. പക്ഷേ എൻ്റെ ഒരു വിയോജിപ്പ് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ അംബേദ്കർ കാണിച്ച ഒടുവിലത്തെ മാർഗം എന്താണ്? ഇന്ത്യയിലെ ഈ മനുവാദി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഐഡിയോളജി ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെ ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോയി മതം മാറിക്കളയാം എന്ന് തീരുമാനിച്ച രാഷ്ട്രീയം ഒരു കാലത്തും ഇന്ത്യയുടെ ദളിതൻ്റെ വിമോചന മാർഗമാണോ സർ? ഇന്ത്യയിലെ ദളിതൻ്റെ വിമോചന മാർഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ദളിതൻ്റെ വിമോചന മാർഗത്തെക്കുറിച്ച് ആരൊക്കെ ഉത്കണ്ഠാകുലരായിരുന്നു എന്നുള്ളതും
അങ്ങനെ ഉത്കണ്ഠാകുലരായ ആളുകളുടെ ലിസ്റ്റും അവർ മുന്നോട്ട് വെച്ച പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ചും കൂടി വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സ്വീകരിച്ച മാർഗം അത് പരിഹാരമായിരുന്നോ എന്നുള്ളത് പരിശോധിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ജാതി എന്നുള്ള സംഗതി അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അതിൻ്റെ നിർവചനം കൊടുക്കുകയും ജാതിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതിയെ നിർവചിക്കുകയും ചെയ്തത് ഡോക്ടർ അംബേദ്കറാണ്. കാരണം ദളിതരുടെ വിമോചനത്തെ സംബന്ധിച്ച് ആശങ്കാകുലരാവാൻ അംബേദ്കറെ പോലെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. സത്യം. അവിടെയാണ് ജാതിയെ സംബന്ധിച്ച് അംബേദ്കർ പഠിക്കുകയും മനസ്സിലാക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചിന്തിക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത്. അവിടെ ജാതി എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിൻ്റെ ഏറ്റവും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്ന് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് ദളിതർക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകമല്ല. അത് ദളിതരല്ലാത്ത ജാതി ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതിയൊരു ഒരു പ്രസംഗമാണ്. സ്പീച്ചാണ്, നടക്കാതെ പോയൊരു സംഗതിയാണ്. അതിൽ ചില ഭാഗമൊക്കെ കട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഒരു അക്ഷരം മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ പ്രസംഗം തന്നെ വേണ്ട, അധ്യക്ഷ പദവി തന്നെ വേണ്ടാന്ന് വെച്ചു, സമ്മേളനം തന്നെ റദ്ദ് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ജാതി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ സംഗതികൾ അത് പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭം, ഉത്ഭവം, വികാസം, അതിൻ്റെ വ്യത്യസ്തമായ ഡയമെൻഷൻ, അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് കണ്ടു. അത് അംബേദ്കർ പറയുന്നത് ജാതി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ളൊരു ഒരു ധാരണയാണ്. ഈ ധാരണ ചില ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന അത് വർക്കൗട്ട് ആവില്ല. ഇപ്പം മേൽജാതിക്കാരന് അവന് മാത്രം ഞാൻ മേൽജാതിയാണെന്ന് പറഞ്ഞു നടന്നാൽ ഇവിടെ സംഗതി വർക്കൗട്ട് ആവില്ല. ഇവിടെ വേറെ കുറച്ച് ആളുകൾക്ക് ഞാൻ കീഴാളനാണെന്നും കൂടി തോന്നണം. ഇത് രണ്ടും ഒരേ സമയത്ത് തോന്നുമ്പോഴാണ് ഈ സാധനം വർക്കൗട്ട് ആവുള്ളൂ. അതെ, അവര് കീഴാളൻ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ കീഴാളനാണെന്ന് തോന്നിയാൽ മാത്രം പോരാ, ഇവൻ മേലാളനാണെന്നും കൂടി തോന്നണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് തോന്നുമ്പോഴേ സാധനം വർക്കൗട്ട് ആവുള്ളൂ. ഏറ്റവും അവസാനം അംബേദ്കർ ഒരു നിഗമനത്തിലെത്തി. ഇത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഭവം ബ്രാഹ്മണർ സൃഷ്ടിച്ചു വെച്ചൊരു മാനസികമായ ധാരണയാണ്. ഈ ധാരണ ഒരിക്കലും ബ്രാഹ്മണരെ തിരുത്താൻ പോകുന്നില്ല. കാരണം ബ്രാഹ്മണൻ അതിന്റെ പ്രിവിലേജ് ആണ്, ബെനിഫിഷ്യറിയാണ്. തീർച്ചയായിട്ടും മാറൂല, ഒരിക്കലും മാറൂല, മാറാൻ സമ്മതിക്കില്ല. അവൻ ബാക്കി മുഴുവൻ ആളുകളെയും കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അവർണനോ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസം ബ്രാഹ്മണരിൽ മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടുത്തെ എല്ലാവരും അല്ലെ, ഇപ്പൊ ഇന്ത്യയിലെ മുഴുവൻ ആളുകളിലും അത് വ്യാപിച്ചു. ഇവിടെ അംബേദ്കർ പറയുന്നത് നിങ്ങൾ ഇതിനെതിരായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ടിഷ്യൂ എന്ന് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് തലച്ചോറിനകത്തുള്ള ഒരു മാനസിക ധാരണയാണ്. ഇതൊരു ഭൗതിക വസ്തുവായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു. ഇത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പം നിങ്ങൾ ഹിന്ദു മതം വിട്ട് വേറൊരു മതം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നടക്കണ്ടെന്ന് പറഞ്ഞ വഴിയിൽ നിങ്ങൾക്ക് അപ്പം നടക്കാം. ആരും നിങ്ങളെ തടയില്ല. ഓക്കെ, നീ തടഞ്ഞാൽ നിങ്ങൾ ഏത് മതത്തിലേക്കാണോ മാറി അവൻ വരും ചോദിക്കാൻ. മനസ്സിലായോ? നിങ്ങൾ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ തടയും. തടയുമ്പോ നിങ്ങൾ ഹിന്ദുവാണെന്ന് പ്രസംഗിക്കുന്ന ഇവിടെ രാമായണ പാരായണം നടത്താൻ വരുന്ന പൂജാരിയും അഖണ്ഡ ഭാരത യജ്ഞം നടത്താൻ വരുന്ന സന്യാസിയൊന്നും ഇത് ചോദ്യം ചെയ്യാൻ വരികയില്ല. പക്ഷെ നിങ്ങൾ മുസ്ലിം ആയാൽ തൊപ്പി വെച്ച 10 ആള് വരും. എന്താ അവിടെ തടഞ്ഞ്? മനസ്സിലായോ? നിങ്ങൾ ക്രിസ്ത്യാനിയായാലും വരും, നിങ്ങൾ ബുദ്ധമതക്കാരനായാലും വരും. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു ജാതി ഇതൊരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. ഇതിനെന്താ മാർഗം? ഇതിന് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. ഇത് ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തുള്ള ഉജ്ജ്വലമായ ഒരു വിമോചന വിപ്ലവമാണ്. ഇത് കേവലമായ മതമാറ്റൊന്നല്ലത്. അതെ, ഞാൻ മനസ്സിലാക്കി സാർ. അതിൻ്റെ അംബേദ്കറുടെ പൊളിറ്റിക്കൽ ഫിലോസഫി എനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക്. ഹിന്ദുക്കൾ ഇന്ത്യ വിട്ട് ലോകത്തിൻ്റെ മറ്റേത് ഭാഗത്ത് പോയാലും അവനവൻ്റെ ഭാര്യനെ ഇവിടെ വെച്ചിട്ട് പോകും, ഇവിടെ നിർത്തിപ്പോവും, മക്കളെ ഇവിടെ വെച്ചിട്ട് പോകും, അവൻ്റെ വീടും പറമ്പും ഇവിടെ വെച്ചിട്ട് പോകും, അവനെന്തും ഇവിടെ അവൻ്റെ കാർ ഇവിടെ വെച്ചിട്ടാ പോവുക. ജാതി അവനൊപ്പം കൊണ്ടുപോകും. മനസ്സിലായോ? ഇന്ത്യയിലുള്ള ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളെയും ഈ നിലയിൽ നശിപ്പിച്ചത്
ബ്രാഹ്മിൻസാണ്. ഈ സമദൂര സിദ്ധാന്തം ഉണ്ടല്ലോ, ഇന്ത്യയിലെ എല്ലാ മുന്നണികളോടും കേരളത്തിലെ എല്ലാ മുന്നണികളോടും സമദൂരം എന്ന് വെച്ചാൽ ഐഡിയലി ഞങ്ങൾ എതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് പുതിയ യാഥാർത്ഥ്യത്തോട് ഇപ്പം മനുവാദം ആളുകളുടെ, ഞാൻ പറയുന്നത് BJPയുടെ NDAയുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന പ്രായോഗിക തലത്തിൽ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 2014 തൊട്ടെങ്കിലും വാജ്പേയിയുടെ കാലത്ത് അത്ര പ്രകടമായില്ലെങ്കിലും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത്, മോദിയുടെ കാലത്ത് വളരെ പ്രകടമായി വന്ന ഒരു രാഷ്ട്രീയ പ്രയോഗമുണ്ടല്ലോ. ആ രാഷ്ട്രീയ പ്രയോഗത്തെ എതിർക്കുന്ന കാര്യത്തിൽ BSP വലിയ റോളുണ്ട്. BSPക്ക് പ്രത്യേകിച്ച് UP ആണ് അവരുടെ തട്ടകം. അവിടെ ഈ ഒരു സമദൂര സിദ്ധാന്തം പാലിച്ചതുകൊണ്ട് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ 2014 ഇലക്ഷനിൽ പോലും ഞാൻ കണ്ടത് ഒട്ടേറെ സീറ്റുകളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിൽ, അതുവഴി BJPക്ക് ഗുണകരമായ റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ. ഞാൻ ചോദിക്കട്ടെ, BSPക്കെതിരായി ആരോപിക്കുന്ന ഇത്തരം കുറ്റാരോപണങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, എൻ്റെ ചോദ്യം ഇതാണ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസിനെതിരെ എന്തുകൊണ്ടാണ് ഉന്നയിക്കപ്പെടാത്തത് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു സംഗതിയല്ലേ? ആണ്. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ BSPക്ക് എന്ത് പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഈ ആരോപണം കഴിഞ്ഞ ഇലക്ഷനിൽ BSPക്കെതിരെ ഉന്നയിക്കപ്പെട്ടതാണ്. അതായത് UPയിലടക്കം നിരവധി ഏതാണ്ട് 16ഓളം സീറ്റുകൾ വന്നു. അതിന്റെ കണക്ക് 16ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടത് BSP മത്സരിച്ചുകൊണ്ടാണ്. BSP രൂപീകരിച്ചത് BSPക്ക് മത്സരിക്കാനും ജയിക്കാനും വേണ്ടിയിട്ടല്ലേ? അല്ലേ? അതിന് BSP പിന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനാണോ? ഞാൻ ചോദിക്കുന്നത്, UPയിലുള്ള 16 സീറ്റിന്റെ കാര്യം, കോൺഗ്രസിന് നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ അതിന് മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ, അതേ മാനദണ്ഡം വെച്ചാൽ ഏതാണ്ട് 42ഓളം സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെട്ടതും BSP മത്സരിച്ചിട്ടാണ്. അതെ, അത് പറയാറില്ല. സമ്മതിച്ചു സാറിൻ്റെ മീൻസ് ജസ്റ്റിഫിക്കേഷൻ കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഐഡിയോളജി വെച്ച് മനുവാദത്തെ നേരിടാൻ മറ്റെല്ലാ സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെയും കൂട്ടുപിടിക്കുകയും തൽക്കാലം അത് അപ്രധാനം, മീൻസ് സെക്കൻഡറി ആയിട്ടെങ്കിലും എതിരാളിയല്ല സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി മനുവാദത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രയോഗത്തെ നേരിടുന്നതിൽ ഒരു പ്രയോറിറ്റി, ഒരു ആൻറ്റി NDA, ആൻറ്റി BJP പൊളിറ്റിക്സ് പുതിയ കാലത്ത്. ഒരു കാര്യം പറയാം, BSP എന്തായാലും അത് കേരളത്തിലെ ബുദ്ധിജീവികളും മാധ്യമങ്ങളും എങ്ങനെ വിലയിരുത്തിയാലും ഞങ്ങൾക്കറിയാം BSP ഇന്ത്യയിലെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്, നോ ഡൗട്ട്. ഞാൻ പറയാം. പക്ഷേ BSP ഇന്ത്യയിൽ ഉയർന്നു വന്നൊരു സാഹചര്യവും ഇപ്പം നിലനിൽക്കുന്ന ഒരു സ്റ്റാറ്റസും, ആ നിലയിലേക്ക് BSP എത്തിയത് വളരെ വലിയ മുന്നേറ്റങ്ങളിലൂടെയാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഉയർത്തുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി BSP അത്ര വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അതിനെ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം പല കോണുകളൊന്നും വരാറുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, മറ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന നിലയിലുള്ള പ്രക്ഷോഭ രീതിയോ പ്രക്ഷോഭ ശൈലിയോ ഒന്നുമല്ല BSPക്കുള്ളത്. അവരുടെ പണിയായുധങ്ങളല്ല ഞങ്ങളുടെ പണിയായുധങ്ങൾ. മനസ്സിലായോ? രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ അതിന് പ്രക്ഷോഭം നയിക്കാം, റാലി നടത്താം, വലിയ ഒച്ചത്തിൽ പ്രസംഗിക്കാം, സംസാരിക്കാം, ചാനലിൽ വരാം, നരേന്ദ്രമോദിനെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാം എന്നൊക്കെ പറയുന്ന രീതികളുണ്ട്. പല പാർട്ടികൾക്കും പല മെത്തഡോളജികളുണ്ട്. BSPനെ സംബന്ധിച്ച് തന്നെ പലരും എഴുതിയിട്ടുള്ളത് ഒരു സൈലന്റ് റവല്യൂഷനാണ്. ഞങ്ങൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് ആരും കാണില്ല. അല്ല സർ, നാഷണൽ മീഡിയയിൽ നന്നായിട്ട് ഇടപെടുന്നുണ്ടല്ലോ കേരളത്തിൽ. നാഷണൽ മീഡിയയിലുണ്ട്. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് ചെയ്യുക. അത് പവർ പൊളിറ്റിക്സിലേക്ക് വന്നുകൊണ്ടാണ്. ആ പവർ പൊളിറ്റിക്സിലേക്ക് വരാൻ രാഹുൽ ഗാന്ധിക്ക് അവസരം ഒരുക്കിക്കൊണ്ടല്ല ഞങ്ങൾ അതിനെ നേരിടുക. ഈ പ്രതിസന്ധിയിലും BSPക്ക് എങ്ങനെ മുന്നോട്ട് നടന്നു കയറാൻ കഴിയും, ആ വഴിയേ ഞങ്ങൾ നോക്കുള്ളൂ. അതൊരു അതിദൂര സ്വപ്നമായില്ല. അല്ല അങ്ങനല്ല. ഇപ്പോൾ നോക്കിക്കോ, ചാനലുകൾ ചർച്ച ചെയ്യാതിരുന്നിട്ടാ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കക്ഷികൾക്കും മനസ്സിലായി, NDAക്ക് മനസ്സിലായി, BSP കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടും. ഇന്ത്യ മുന്നണിക്ക് മനസ്സിലായി BSP വേണ്ടിയിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇവിടുത്തെ ചാനൽ ചർച്ചക്കാർ പറയോ? ഇല്ല. ചാനൽ ചർച്ചക്കാർ പറഞ്ഞാൽ PKCകാരൊക്കെ ഇതിനകത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇന്ത്യ മുന്നണിയിൽ എന്തുകൊണ്ട് BSP വന്നിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് BSPനെ കുറ്റപ്പെടുത്തുക എന്നല്ലാതെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? പക്ഷേ UPയിലെ SPയും കോൺഗ്രസും BSPയോട് ഒരുപാട് ചർച്ച നടത്തി എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പറഞ്ഞത്. എന്നിട്ട് എന്താ വരാതിരുന്നത്?
അതാണ് പ്രശ്നം. അത് ഞാനിപ്പോൾ പറയാൻ ആളല്ല. പേരുകളിൽ ചെതറിക്കിടക്കുകയാണ്. അവരെ ഏകോപിപ്പിക്കുന്നതിൽ പോലും BSP പോലൊരു പൊളിറ്റിക്കൽ പവറിന് ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇതിനെല്ലാം ഞാൻ കാണുന്നത് വളരെ ഹൈലി പോസിറ്റീവായിട്ടാണ്. ഇതൊരു എവല്യൂഷണറി പ്രോസസ്സാണ്. കേരളത്തിൽ ബഹുജൻ സമാജ് പൊളിറ്റിക്സ് വളർന്നു വരുന്നതിൻ്റെ ഒരു എവല്യൂഷണറി പ്രോസസ്സാണത്. അതായത് ഇത്തരം കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പലരും പല സാധ്യതകൾ നോക്കുകയാണ്. LDFിലോ UDFിലോ എന്തെങ്കിലുമൊക്കെ സംതിങ് കിട്ടുമില്ല. ഇതൊക്കെ ഈ ചട്ടുകവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഞങ്ങൾ 500 വോട്ടും കൊണ്ട് അവിടെ പോയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങൾക്ക് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു മെമ്പർ അവിടെ മെമ്പറാക്കുമോ, ഇവിടെ അത് ഇത് വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ. അപ്പം ഇതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമുദായ സംഘടനാ നേതാക്കളെ CPM പിടിച്ചു, ചില കോർപ്പറേഷൻ്റെ ചെയർമാന്മാരും ഒക്കെ ആക്കിയിട്ടുണ്ട്, ചിലർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അവാർഡ് കൊടുത്തതിന് ശേഷം അവർ മിണ്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അപ്പോൾ അവാർഡ് കിട്ടുന്നവരാണ് യഥാർത്ഥ ദലിതരുടെ ഐഡിയലോഗ്. അവാർഡ് കൊടുക്കുന്നവൻ തന്നെ അത് ചാനലിൽ വന്നിട്ട് പുള്ളിയാണ് ഐഡിയലോഗ് എന്ന് പറയും. മനസ്സിലായോ? സാറിനൊരു കാര്യം കേൾക്കണം. ഗാന്ധി അരുന്ധതി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അരുന്ധതി ചോദിച്ചു ഗാന്ധിയാണോ അയ്യൻകാളിയാണോ എന്ന് ചോദിച്ചു. അരുന്ധതി ഇത് പറഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി അല്ല വേണ്ടത്, അയ്യൻകാളി യൂണിവേഴ്സിറ്റി വേണ്ടത് വലിയ ഞങ്ങൾ അത് സംബന്ധമായി അരുന്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടൗൺ ഹാളിൽ എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സെമിനാർ നടത്തി. അതിനകത്ത് ഗാന്ധിയാണോ അയ്യൻകാളിയാണോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അരുന്ധതി പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ സബ്ജക്റ്റ് പേപ്പർ പ്രസൻറ്റ് ചെയ്ത് ഞാനാണ്. അത് നല്ല സെമിനാറായിരുന്നു, നല്ല നല്ല കാലിക പ്രസക്തിയുള്ള ആ സമയത്തെ. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം ഇവിടുത്തെ എല്ലാ ചാനലുകളിലും ഭയങ്കര ചർച്ച നടക്കും ഇതിനെ സംബന്ധിച്ച്. ഞങ്ങളെ സെമിനാറിനെ സംബന്ധിച്ചല്ല, ഗാന്ധി അരുന്ധതിയും ഇതൊക്കെ പറഞ്ഞതിനെ സംബന്ധിച്ച്. എന്നാൽ കേരളത്തിൽ ആകെ കൂടി ഒരു സെമിനാർ ആ വിഷയത്തിൽ സംഘടിപ്പിച്ചത് ഞാനാണ് അതിൻ്റെ മുമ്പിൽ നിന്നത്. എന്നാൽ ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ ഒരൊറ്റ ചാനലും എന്നെ വിളിച്ചിട്ടില്ല, മീഡിയ ആരും വന്നില്ല, ഒരുത്തനും വന്നിട്ടില്ല. അവഗണിക്കുക എന്നുള്ളത് നല്ലൊരു ചികിത്സയാണ്. അതാണ് കാര്യം. അയ്യങ്കാളി പ്രശ്നം പിന്നീട് അന്ന് മുതലാണ്. പക്ഷേ സാറൊക്കെ അന്ന് ഉയർത്തിയതിനെ തുടർന്നായിരിക്കും വലിയ ചർച്ച വന്നു. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം EMS എഴുതുന്നത് 48 ആ പുസ്തകത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം സമഗ്രമായിട്ട് എഴുതിയ 100-300 പേജുള്ള വലിയ പുസ്തകത്തിൽ ഒരിടത്തും ഈ അയ്യങ്കാളി ഇല്ല. പക്ഷേ ആ മനുഷ്യൻ്റെ സത്യസന്ധതയെ നമ്മൾ ബഹുമാനിക്കണം. ഒരു മടിയുമില്ലാതെ റെഡിലി അദ്ദേഹം പറഞ്ഞു, സോറി മക്കളെ, 48 കാലത്ത് അയ്യങ്കാളിയെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അതൊരു പരിമിതിയാണല്ലോ. അതുകൊണ്ടാണ് അംബേദ്കർ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലെ മൊത്തം കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചതിനേക്കാൾ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പറയാനൊരു ആർജവും വേണം. അത് മറ്റേത് അറിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധതയും വേണം. ഇത് രണ്ടും ചേർന്നാണല്ലോ. ഓക്കെ സർ, ഇനിയിപ്പോൾ എന്താണ് അപ്പോൾ സാർ പറയുന്നത് കേരളത്തിലെ ഈ ദളിത് മൂവ്മെൻറ്റുകൾ പലതായി നിൽക്കുന്നത്, പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി പല താല്പര്യങ്ങൾക്ക് വേണ്ടി, ചിലത് ചട്ടുകങ്ങളായി ചിലർ ഒക്കെ നിൽക്കുമ്പോഴും അത് ഇന്നല്ലെങ്കിൽ നാളെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റായി വരികയും BSP അതിന് നേതൃത്വം ചെയ്യുമെന്നാണോ? അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വപ്നമാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് മനസ്സിലായി. ഇത്തരത്തിലുള്ള എല്ലാ മൂവ്മെൻറ്റുകളുടെ ഏതെങ്കിലും തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. അതിലൊക്കെ ഉൾച്ചേരുന്ന, അതിലൊക്കെ ഒഴുകിയെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സ്വപ്നം വളരെ വലുതാണ്, ജെനുവിനാണ്. അതെ, ഞാൻ അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചോ അതിൻ്റെ മേലെ ഇരിക്കുന്നവരെ സംബന്ധിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഇതിലെല്ലാം ഒഴുകിയെത്തുന്ന ജനം, മാസ്, ഒരു വലിയ സ്വപ്നം മുന്നോട്ട് വെച്ചിട്ടാണ് അവർ പോകുന്നത്. ആ സ്വപ്നം BSP സംഘടനാപരമായും രാഷ്ട്രീയമായും കുറച്ചുകൂടി മുമ്പോട്ട് വരുന്ന ലക്ഷണം കാണിച്ചാൽ അതെല്ലാം BSPയിൽ തന്നെയാണ് ആത്യന്തികമായി വന്നു ചേരുമെന്ന്